നോട്ടു പിൻവലിക്കൽ ഉണ്ടാക്കിയ പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ ഗണ്യമായ കുറവ് വരുത്തി. വിൽപ്പന നികുതിയിലും വാറ്റുനികുതിയിലും കുറവുണ്ടായി. സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനം 4/1 കുറഞ്ഞുവെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. 4000 കോടി രൂപ 2000 കോടി രൂപയായിട്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് മാസാദ്യമല്ല, ഇത് ഫെസ്റ്റിവൽ മാസമാണ്. മാസാവസാനത്തിലായിരിക്കും നൽകുന്ന അഡ്വാൻസുകൾ, ക്ഷേമ പെൻഷനുകൾ, ഇതിനെയൊക്കെ ഗൗരവമായിട്ട് ബാധിക്കുമെന്നതിന് സംശയം. KSFIയുടെയും ലോട്ടറി വകുപ്പിന്റെയും വരുമാനം കുത്തനെ ഇടിഞ്ഞു. വരുമാനത്തിലുണ്ടാകുന്ന കുറവ് KSRTCയിലെ പ്രതിസന്ധി ഇരട്ടിയാക്കും. ശമ്പളം, പെൻഷൻ ഇനത്തിൽ 3600ഓളം കോടിയാണ് സംസ്ഥാന സർക്കാരിന് ഒരു മാസം കണ്ടെത്തേണ്ടത്. ഒരു 3 മാസക്കാലം സംസ്ഥാനത്തെ ക്രയവിക്രയങ്ങൾ മുഴുവനും സ്തംഭനാവസ്ഥയിലാക്കുകയും അതുമൂലം വരുമാനത്തിൽ ഗണ്യമായൊരു കുറവുണ്ടാവും. വരുമാനത്തിൽ നിന്നും ശമ്പളവും പെൻഷനും കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്ക് നിലവിലെ വരുമാനക്കുറവ് തിരിച്ചടിയാണ്. മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, വാട്ടർ അതോറിറ്റി, KSEB എന്നിവിടങ്ങളിലെ പെൻഷൻ ശമ്പള വിതരണത്തിൽ വരുമാസങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.